വിശുദ്ധ ഖുർആനിന്റെ സൂറത്തിന്റെ പേരം നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമിയെ തൊട്ടിലാക്കി തന്നില്ലയോ? ഇളകുന്ന ഭൂമിയെ ഉറപ്പിക്കാൻ ഞാൻ ആണിയടിച്ചു തന്നില്ലയോ? ലോകത്തുള്ള സകലമാന ചേതനവും അകേതനവും ഗോചരവും അഗോചരവുമായ കോടാനുകോടി ജീവിവർഗങ്ങളിൽ എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ചില്ലയോ? സഹോദരായി വിശുദ്ധ ഖുർആനിനെ നിങ്ങളോട് ഞാൻ ഓതി പറയുകയാണ്. ആ പാല് അകിടിൽ ഇങ്ങനെ പാല് ചുരത്ത് നിൽക്കുന്ന ആടിനെ കണ്ടിട്ടില്ലേ? ആടിങ്ങനെ പാല് ചുരത്താൻ വേണ്ടി അകിടില് പാല് നുരഞ്ഞു നിൽക്കുന്ന മുഅ്സുറാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. പാല് ചുരത്താൻ നിറഞ്ഞു നിൽക്കുന്ന അകിട് പോലെ മേഘജാലകങ്ങൾ ഇങ്ങനെ നിറഞ്ഞ അകിട് പോലെ നിൽക്കുമ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ നല്ല ജലത്തുള്ളികളെ മഴത്തുള്ളികളെ താഴോട്ട് തന്നില്ലയോ? ആ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീണപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഞാൻ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും മുളപ്പിച്ചു തന്നില്ലയോ? സഹോദര, ആകാശവും ഭൂമിയും ശാസ്ത്രലോകത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞ് അടുത്തായത്തേതെന്നറിയോ? ഇന്നയൗമൽ ഫസ്ല് കാന മീഖാതാ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ. ഹൃദയം തകണ്ടെന്ന് കേൾക്കുക ചെറുപ്പക്കാരാ. എത്ര മനോഹരമാണ് ഈ വിശുദ്ധ ഖുർആൻ. ആകാശത്തെ മനസ്സിൽ കണ്ട് ആ മഴത്തുള്ളികൾ വന്നിട്ട് നിർജ്ജലമായി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോ അതിൽ നിന്ന് ഈ സസ്യങ്ങൾ പൊട്ടിമുളക്കുന്ന ചിന്ത ഇങ്ങനെ വരുമ്പോ ഉടനെ പടച്ചവൻ കൊണ്ടുപോകുന്ന അടുത്തായത് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. മരിച്ചു മണ്ണോടണിഞ്ഞ കബറിൽ പോയി കിടന്നിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്നതിന് ഓർമ്മയുണ്ടോ? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ വസുയിറത്തിൽ ജിബാലു ഫകാനത് സറാബാ. ദുനിയാവിങ്ങനെ പറഞ്ഞ് ആകാശവും ഭൂമിയും ചന്ദ്രനും പറഞ്ഞ് ആഖിറത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ വെള്ളം വീണപ്പോ ഈ സസ്യങ്ങൾ പൊട്ടിമുളപ്പിച്ച റബ്ബിന് മരിച്ച കബറിന്റെ അടിയിൽ പോയി മണ്ണോട് മണ്ണ് ചേർന്നിട്ട് പരലോകത്ത് സസ്യം മുളക്കുന്നത് പോലെ വരണ്ടുണങ്ങിയ ഭൂമിയിൽ ജലം വീഴുമ്പോ സസ്യങ്ങൾ മുളക്കുന്നത് പോലെ നിന്നെ ഞാൻ മുളപ്പിച്ചെടുക്കുമെടാ. എന്നിട്ടോ ഇന്ന ജഹന്നമ കാനതു മിർസാദാ. കത്തിക്കാളുന്ന നരകത്തിലേക്ക് തെമ്മാടികളെ പറഞ്ഞു വെറുക്കുന്നത് ഓർക്കുന്നുവോ? ആസ്ട്രോണമിയും ജോഗ്രഫിയും ബയോളജിയും പറഞ്ഞ് അതിന്റെ ഇടയിലൂടെ ആഖിറത്തിന്റെ ഭാരവശ്യങ്ങളെ, പരലോകത്തിന്റെ ഭയാനകതകളെ, ഈ സ്വർഗത്തിന്റെ ഊഷ്മളതകളെ, നരകത്തിന്റെ തീച്ചൂടുകളെ, ഹിസാബിന്റെ സങ്കീർണതകളെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകുന്ന പടച്ചവന്റെ ഉപദേശങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ ഇതാണ് ഖുർആൻ പറയണത്. അസ്ട്രോണമി ജോഗ്രഫി ആണെങ്കിലും പറയാൻ പോണത് ആഖിറം പറയലാ ലക്ഷ്യം. മരിച്ചു കിടക്കണവന്റെ മുമ്പിൽ ഓതണ്ട സൂറത്തേതാ? ഞാൻ ഗൂഗിളിൽ നോക്കണം. സുബ്ഹാന ജല്ല ജല. ഒരാൾ മരിച്ചു കിടക്കുക, അവൻ അനക്കവും ഇല്ല, അടക്കവും ഇല്ല, ഒന്നുമില്ല, ചേട്ടയില്ല, നിശ്ചേട്ടയില്ല. അവൻ ഇങ്ങനെ തണുത്തുറഞ്ഞ് 4 മണിക്കൂറിൽ അടക്കിയില്ലെങ്കിലും പുഴുത്ത് നാറാൻ തുടങ്ങും. അവന്റെ മുമ്പിൽ പോയിരുന്നിട്ട് നമ്മൾ പറയണ എന്താ? വശംസു തജ്രീ മുസ്തഖറില്ലഹാ. ഈ ആകാശത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു ഭ്രമണപഥത്തിലാണ്. ബയോളജി പഠിപ്പിക്കാൻ മരിച്ചവനെ
ഇവ സ്കൂളിൽ പോകാന്നിട്ട് ഇവിടെ ആളുകൾ പറയണ എന്താ, മരിച്ചവന്റെ മുമ്പിൽ യാസീൻ ഓതാൻ. ഇവനെന്താ ജോഗ്രഫി പഠിപ്പിക്കുക? ഇവനെന്താ ബയോളജി പഠിപ്പിക്കുക? മുലിയാരും മുക്രീകണ വന്നിട്ട് മരിച്ചു കിടക്കണവന്റെ കേൾക്കാൻ പറ്റാത്തവന്റെ തലയ്ക്കുമ്പാ തരുന്നിട്ട് നമുക്കൊന്നും ഒന്നും ശരിയാണല്ലോ. നമ്മൾ വലിയ വിവരമുള്ള ആളുകളാണ്. നമുക്കൊന്നും ഒന്ന് ചേർത്തോളം ഈ മരിച്ചവന്റെ മുമ്പിൽ വശംസു കതിരിൽ മുസ്തക്കരില്ല. ഈ ഭൂമിക്കൊരു സൂര്യനൊരു ഭ്രമണപഥമുണ്ട്. വൽക്കമറ കദ്ദർനാഹും മനാസില. ഈ ചന്ദ്രൻ നിർണിതമായ ദിശയിലാണ് പോണത് കേട്ടോ. മരിച്ചവനോട് പള്ളിക്കാട്ടിലോട്ട് പോണവനോട് പറയാ, ആവ 1000 തെങ്ങ് പള്ളിയുടെ കബർസ്ഥാനിലോട്ട് പോകാൻ കാത്തിരിക്കുകയാണ്. മുക്രിക്ക 3 മണി വെള്ളവുമായിട്ട് വന്നു. അപ്പടാ പറയുന്നത്, മോനെ ലക്ഷം തുതിരിക്കൽ കമർ. സൂര്യന് ചന്ദ്രനെ മറികടക്കേണ്ട കാര്യമില്ല കേട്ടോ. യാതിനിപ്പോ എന്ത് സൂര്യചന്ദ്രൻ? ഈ ചങ്ങാതിക്ക് എന്ത് സൂര്യൻ ചന്ദ്രൻ? അതുമല്ല കേട്ടോ. വലല്ലയിൽ സ്ഥാപിക്കുന്ന ഹാർ. ഇന്നേ വരെ പകല് വരേണ്ട സമയത്ത് രാത്രിയിലും വന്നിട്ടില്ല, രാത്രി വരേണ്ട സമയത്ത് പകലും വന്നിട്ടില്ല. ഇപ്പൊ കൊല്ലും ഫലക്കി യസ്ബഹൂൻ. ഈ നക്ഷത്രങ്ങളൊക്കെ ഒരു സ്വിമ്മിംഗ് മോഷനിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 6 അടി മണ്ണിൽ പോയിട്ട് മണ്ണിനോട് മണ്ണ് തരാനുള്ള ചങ്ങാതിയോട് ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടോ സഹോദരങ്ങളെ? ഈ ചോദ്യം വന്നാൽ നമ്മളും ആകെ ഒന്ന് തപ്പു. ശരിയാണല്ലോ ഇവിടെ കാക്ക പറയണത്. ആ പറയണതിനൊരു ആകർഷണീയത ഉണ്ട്. അതാണ് പലപ്പോഴും നമ്മളെ കുടുക്കിൽ വീഴണം. നമ്മളിങ്ങനെ മരിപ്പ് വീട്ടില് യാസീനോട് കാണുമ്പോ നമ്മുടെ ഓതല് തന്നെ ഒരു വിറ്റാണ്, മഹാവിറ്റാണ്. നമ്മള് ഖുർആൻ ഓതന അറബികൾ ഇങ്ങനെ ഖുർആൻ ഓതുവോ? നമ്മള് ഖുർആൻ ഓതന ഒരു മാപ്പിളപ്പാട്ടിന്റെ രീതിയിലാണ്. അറബികൾ ഓതന അവർക്ക് ഇങ്ങനെ മാപ്പിളപ്പാട്ട് വരും. നോർത്ത് ഇന്ത്യ പോയി നോക്കി പാട്ടും താളമൊന്നുമില്ല. നമ്മുടെ മരിപ്പ് വീട്ടിലെ ഒരു യാസീൻ ആ മരിപ്പ് വീട്ടിലെ ഒരു യാസീൻ ഒരു താളം ഉണ്ടല്ലോ, മാപ്പിളപ്പാട്ടിന്റെ താളത്തിൽ ഒരു ഓട്ടം ഉണ്ട്. കണ്ട പൂങ്കാറ്റെ കാരക്ക നീ കൊണ്ടുവന്നാട്ടെ. ആ താളത്തിൽ നമ്മുടെ ഖുർആൻ ഓതല്. എന്താണെന്നറിയോ? ഈ ഓരോ നാട്ടിലെയും ഒരു ശൈലി നമ്മളതിനകത്ത് പിടിക്കും. നമ്മുടെ ഈ മലയാളത്തില് മാപ്പിളപ്പാട്ടിന്റെ ശൈലി ഉള്ളതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതിയാൽ അങ്ങനെ പോകും. അതാ രീതി അതിനെ സ്വാധീനിക്കുന്നതാണ്. ആ രീതി അതിനെ സ്വാധീനിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചു കിടന്നാൽ ആ മരിക്കുന്ന ആളോടും മരണാസന്നനായ ആളുകളോടും ഫഖറഊ സൂറത്ത് യാസീൻ, അവരുടെ മുമ്പിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ഓരോ മരണ വീട്ടിലും പോകുമ്പോൾ യാസീൻ ഓതുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ, ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്ന് ഈ യാതൊരുവിധ ചിന്തകളുമില്ലാതെ നടന്നുപോയ മനുഷ്യനതാ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞവന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലെ ചന്ദനത്തിരിയുടെ സുഗന്ധത്തിന്റെ താഴെ അവന്റെ ഭാര്യ മക്കള് വിലപിക്കുന്നുണ്ട്, അവന്റെ കൂട്ടുകാരെ കണ്ണീരണിയുന്നുണ്ട്, പരസ്പരം പിറുപിറുക്കുന്നുണ്ട്. എത്ര ആരോഗ്യത്തോടെ നടന്നവനാണ്. ഇന്നലെ വരെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ചിന്തിച്ചില്ലല്ലോ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന്. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരോടും യാത്ര പറയാതെ ഭാര്യയോടൊരു മെസ്സേജ് അയക്കാൻ കഴിയാതെ പിഞ്ചുമക്കളെ മാറത്തട്ടഹസിച്ച് കരയുന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ആ മരണപ്പെട്ടാൽ ഇങ്ങനെ തണുത്ത് മരവിച്ച് കിടക്കുമ്പോ അവന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഓതി കൊടുക്കുന്നതെന്താ? ഓ ശംസു തദ്രീരി മുസ്തഖറില്ല ദാലിക തഖദീറുൽ അസീസിൽ അലീം വൽഖമറ ഖദ്ദറനാഹു മനാസില ഹത്താ ദകൽ ഉർജൂനിൽ ഖദീം. മോനെ, ഈ കാണുന്ന സൂര്യനുണ്ടല്ലോ, ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കിഴക്ക് നിന്നുദിച്ച് പടിഞ്ഞാറ് സ്തമിക്കുന്ന സൂര്യഗോളം, അതിനൊരു നിശ്ചിതമായ ഭ്രമപഥത്തെ പടച്ചതമ്പുരാൻ നിർണയിച്ചിട്ടുണ്ട് കേട്ടോ. വൽഖമറ ഖദ്ദറനാഹു മനാസില ഹത്താ ദകൽ ഉർജൂനിൽ ഖദീം. ഈ സൂര്യൻ തലയൊളിക്കുമ്പോ പുഞ്ചിരി തൂകി വരുന്ന ചന്ദ്രഗോളമുണ്ടല്ലോ, അതിനും ഒരു കൃത്യമായ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേവരെ സൂര്യൻ പോയി ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യില്ല, ചന്ദ്രൻ പോയി സൂര്യനെ ഓവർടേക്ക് ചെയ്യില്ല.
ലശംസു യംബഗീ ലഹാ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുന്നഹാർ. രാത്രി വരേണ്ട സമയത്ത് പകല് വന്നിട്ടില്ല. നൂറ്റാണ്ടുകളായിട്ട് ഏതെങ്കിലും ഒരു അർദ്ധരാത്രിയിൽ അറിയാതെ എങ്ങാനും ഒരു പകല് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മുമ്പിലൂടെ ചീറിപ്പായി പോകുന്ന ട്രെയിനുകൾ ഉണ്ടല്ലോ, ഏതാണ്ട് ചെറിയ 100 മീറ്ററുകൾ വലിപ്പമുള്ള ഈ ചെറിയ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയുടെ ട്രാക്കുകളിലൂടെ കേവലം 2-3 ട്രാക്കുകളിലൂടെ ചീറിപ്പായുന്ന ഈ ട്രെയിനുകൾ, ആ ട്രെയിനിന്റെ സ്റ്റേഷനിൽ എഗ്മോർ സ്റ്റേഷനിന്റെ റിമോട്ട് സ്റ്റേഷനുകളിൽ നാവിഗേഷന്റെ ഒരു ചെറിയ ബാറൊന്ന് തെറ്റിപ്പോയപ്പോ പാഞ്ഞു വന്ന 2 ട്രാക്കുകളിലൂടെ പാഞ്ഞു വന്ന 2 ട്രെയിനുകൾ മുഖാമുഖം ഇടിച്ചു കയറി 100 കണക്കിന് ആളുകൾ റെയിൽവേ ട്രാക്കിൽ ചിതറിത്തെറിച്ച് അസ്ഥിബന്ധരമായി മാറുമ്പോ ഈ 2 ട്രാക്കിലൂടെ നടന്നു പോകുന്ന ട്രെയിനിനെ ഒന്ന് നിയന്ത്രിക്കാൻ ഒരു ബട്ടൺ ഒന്ന് മാറിയാൽ തകരാറിലാകുന്ന സംവിധാനമേ, മറുഭാഗത്ത് മണ്ണിടിഞ്ഞിട്ട് ട്രാക്കിൽ വീണാല് ഗതാഗതം തടസ്സമാകുമ്പോ നൂറ്റാണ്ടുകളായി രാത്രിയിലൊന്നും പകല് മിന്നിപ്പോയിട്ടില്ല, പകലിനൊരു സമയത്ത് അന്ധകാരം വന്ന് മാറിച്ചിട്ടില്ല. ഇതിനെയൊക്കെ സംവിധാനിക്കുന്നതാരാ? മരിച്ചവനോട് ഇത് ഓതിയിട്ട് പിന്നെ പറയുന്നതേതെന്നറിയുമോ? ഈ സൂര്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബിന്, ചന്ദ്രനെ നിയന്ത്രിക്കാൻ കഴിവുള്ള റബ്ബിന്, രാപ്പകലുകളെ ജാമിതീയ കണക്കുകളെ തോക്കുന്ന രീതിയിൽ സംവിധാനിക്കുന്ന റബ്ബിന് ഇതിനു ശേഷം ഒരു സ്വർഗത്തെ സൃഷ്ടിക്കാൻ കഴിവില്ലെന്ന് ധരിച്ചോടാത്തമ്മാടി, നരകത്തെ സൃഷ്ടിക്കാൻ നിന്റെ റബ്ബിന് കഴിവില്ലെന്ന് കരുതിയോടാ. നിസ്കരിക്കാത്തവന് സ്വർഗമില്ല, മദ്യപിക്കുന്നവന് സ്വർഗമില്ലെന്ന് പറഞ്ഞപ്പോ ഏത് സ്വർഗം ഏത് നരകമെന്ന് ചിന്തിച്ചവനെ ഇതൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ് ഇതിനേക്കാൾ വലിയ സ്വർഗ നരകങ്ങളെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞപ്പോ അവിശ്വസിച്ചവനെ തമ്മാടികളെ മാറി നിൽക്കടാ. അലം അൽഹദിലേക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദൂഉം മുബീൻ. പൈശാചിക ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ട് അല്ലാഹനെ മറന്ന് ജീവിക്കരുതെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ്. ഇനി നീ കാണാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ലോകമാണ് മോനെ. അവനോട് പറയണത്, എടാ ഇതിനേക്കാൾ വലുതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ അവനെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നീ പോകുന്ന ലോകത്തെ കുറിച്ച്. അള്ളാഹു നമുക്ക് ബോധ്യം തരട്ടെ. വിശുദ്ധമായ ഖുർആൻ എന്താണ്? ഖദ് ജാഅതുക്കും മൗഇലത്തും മിർ റബ്ബിക്കും. അള്ളാഹ്ക്ക് എന്ത് നമ്മളോട് പറയാനുണ്ടോ അത് പടച്ചോൻ പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ റബ്ബിനോട് എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഒറ്റ വഴിയേ ഉള്ളൂ, നിസ്കരിച്ചാൽ മതി. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം വിശ്വാസിയുടെ അഭിമുഖ സംഭാഷണം ആരുമായിട്ട്? പടച്ചവനുമായിട്ട്. എനിക്ക് എന്റെ റബ്ബിനോടൊന്ന് നേരിട്ട് സംസാരിക്കണം, നിസ്കരിച്ചാൽ മതി. എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നു എനിക്ക് നേരിട്ട് കേൾക്കണം, ഖുർആൻ ഓതിയാൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? അബീബിങ്ങളെ മനസ്സിലാവണില്ലേ? ലളിത അത്രേ ഉള്ളൂ. എനിക്കെന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം, എന്നാൽ ഖുർആൻ ഓതിയാ മതി. യാ ഇബാദി, എന്റെ അടിമകളെ, ഫത്തഖൂൻ, എന്നെ അനുസരിച്ച് ജീവിക്കണേ. വലാ തഖറബു സിന, വ്യഭിചരിക്കരുത് കേട്ടോ, പലിശ മേടിക്കരുത് കേട്ടോ, മദ്യം മരുത് കേട്ടോ, അനാഥകളുടെ വലാ തഅകുലു അംവാലകും ഇലാ അംവാലിക്കും ഇന്നഹു കാന ഹൂബൻ കബീറ വബ്തലുൽ യതാമ, നിങ്ങൾ അനാഥകളുടെ സ്വത്ത് സംരക്ഷിച്ച് നിങ്ങൾ ഭക്ഷിക്കരുത് കേട്ടോ. പടച്ചോന് നമ്മളോട് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെയാണ് അതിനകത്തുള്ളത്. എന്റെ പൊന്നു സഹോദര, അതാണ് ഖുർആൻ. ഇന്നവരെ പടച്ചോന് നമ്മളോട് പറയാനുള്ള നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഖുർആൻ. അയൽവക്കത്തെ വെള്ളം കോരാൻ വരുമ്പോ തൊട്ടി കൊടുക്കാതിരിക്കരുത്. ഇങ്ങനെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ കർഹാ ഫലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന ഇല്ലാ അയ്യതീന ബിഫാഹിശത്തിൻ മുബയ്യിന വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്.
എല്ലാം പറയാൻ സമയമില്ല. നോമ്പ് പിടിക്കണേ, നമസ്കരിക്കണേ, വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, പലിശ വാങ്ങിക്കരുത്, അന്യനെ ബുദ്ധിമുട്ടിക്കരുത്, വേണ്ടാത്ത വർത്തമാനം പറയരുത്. വഖൂലൂ ഖൗലൻ സദീദാ, നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഭാര്യമാരോട് ലാ യഹില്ലു ലക്കും അൻ തരിഥു നിസാ കർഹാ, അവരുടെ സ്വത്തുക്കളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തരുത്. ഫലാ തഅ്ദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന, സ്ത്രീപക്ഷമായി സ്ത്രൈണ സ്വഭാവത്തിൽ എന്തെങ്കിലും അവർ നിങ്ങളെ കിട്ടപ്പെടാത്തത് ചെയ്താൽ നിങ്ങൾ അവരെ ആക്ഷേപിക്കരുതേ, കൈയൊടിയരുതേ. ഫഇൻ കരിഹ്തുമൂഹുന്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ അശ്ലീലം ചെയ്താലല്ലാതെ ഭാര്യമാരോട് പിണങ്ങരുത്. ഫഇൻ കരിഹ്തുമൂഹുന്ന, നിന്റെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫഅസാ അൻ തക്റഹു ശൈആ, എന്തെങ്കിലും അവളുടെ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമില്ല, എന്നാൽ ക്ഷമിച്ചേക്കണേ. വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, ആ ക്ഷമയുടെ പുറകെ അല്ലാഹു നിനക്ക് ധാരാളം ഖൈറുകളെ തരും. നിനക്ക് ആരാ പറഞ്ഞു തരിക? സ്വന്തം വാപ്പ പറഞ്ഞു തരൂ? എടാ, നിന്റെ ഭാര്യയ്ക്കൊരു ദുസ്വഭാവം ഉണ്ട്, നമ്മൾ പറയില്ല അവളൊരു ഇച്ചിരി വായാടിയ ഉസ്താദ്, ഒരു നാക്കിനൊരു ലൈസൻസ് ഇല്ല, ബാക്കി എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, നാക്കിനൊരു ലൈസൻസ് ഇല്ല. ആൾക്കാരോട് എന്ത് പറയണമെന്നറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സദസ്സിൽ പോയാൽ അവള് നാവ് തുറന്ന് എൻ്റെ ഉള്ള നിലയും വിലയും പോവും. പടച്ചോൻ പറയാണ് അതൊരു സ്ത്രൈണതയുടെ സ്വഭാവം, പറഞ്ഞങ്ങ് ഉപദേശിച്ച് ശരിയാക്ക്. വാസാൻ തക്കറഹൂഷ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അതിനകത്ത് ഖൈറുണ്ടാവും. ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അള്ളാഹു നമ്മോട് പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മൾ ഒരു വട്ടമെങ്കിലും ഓതി തീർത്തിട്ടുണ്ട്. ഇതേവരെ ഒരു ഖത്തം ഓതിട്ടുണ്ടോ? ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താ? അത് ഉസ്താദെ എൻ്റെ വീടിന്റെ അലമാരയുടെ ഏറ്റവും മുകളിലത്തെ തട്ടില് ബൈൻഡ് ചെയ്ത് ഇനി തുണി കൊണ്ടൊരു കവറും കൂടെ ഉണ്ടാക്കി അതിനകത്തൊരു നൂലും കെട്ടിപ്പൂട്ടി ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട്, ആരും തൊടാതിരിക്കാൻ. അതിനാണ് നമ്മുടെ ഖുർആന്റെ സ്ഥാനം എവിടെയാ? വീട്ടിലെ അലമാരയിൽ ആർക്കും കയ്യെത്താത്ത സ്ഥലത്ത് ആരും തൊടാതിരിക്കാൻ വേണ്ടി നമ്മളത് വെച്ചേക്കണം. യഥാർത്ഥത്തിൽ ഇത് ആരും തൊടാതിരിക്കാനുള്ള ഗ്രന്ഥമാണോ മുഅ്മിനീങ്ങളെ? ഇതുകൊണ്ടല്ലേ ലോകത്ത് വിജ്ഞാനത്തിന്റെ വിപ്ലവം ഉണ്ടായത്? ഇതുകൊണ്ടല്ലേ ശാസ്ത്രലോകം വളർന്നത്? ഇതല്ലേ രാഷ്ട്രീയ ലോകത്തിന് വഴികാട്ടിയായത്? ഇതല്ലേ സാമ്പത്തിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്? ഈ ഖുർആനല്ലേ രാഷ്ട്രീയ അസ്ഥിരതയെ മാറ്റിമറിച്ചത്? ഈ ഖുർആനല്ലേ കാട്ടാളന്മാരെ ഖലീഫയാക്കി മാറ്റിയത്? ഏറെ പറയാൻ സമയമില്ല. ഖുർആനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചോളൂ, ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയതിന്റെ പേരിൽ. പക്ഷേ ആ ആഹ്ലാദം നമുക്കുണ്ടോ? ഞാൻ ഖുർആന്റെ അഖിലുകാരനാണ്, എനിക്ക് പടച്ചവൻ എനിക്ക് ഖുർആൻ തന്നിട്ടുണ്ട് എന്നൊരു അഹങ്കാരം നമുക്കുണ്ടോ? ഇല്ല. ചൂടുള്ളത്, നല്ല ചൂടുള്ളത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്നാമീൻ പറയും മനുഷ്യന്മാരെ, സമയമായോ? നിർത്താൻ സമയമായോ? പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നും ഉണ്ടായിരിക്കണം? ആയിട്ടില്ലേ? അതല്ലേ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത് അള്ളാഹു പറയാണ്, ഇത് പടച്ചോന്റെ മൗഇളത്താണ്. അതോടൊപ്പം തന്നെ രണ്ടാമത് ഖുർആനെ പരിചയപ്പെടുത്തുന്നത് വശിഫാഉൽ ലിമാ ഫീ സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള മുഴുവൻ രോഗത്തിനും പറ്റിയ ഔഷധമാണ്. വശിഫാഉൻ ലിമാ ഫീ സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകൾക്കും പരിഹാരം ഖുർആനാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അസുഖത ഹൃദയത്തിന്റെ അസുഖമാണ്. അത് BP കൂടിയിട്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടിയിട്ടോ അല്ല, മനുഷ്യന്റെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളുടെയും പരിഹാരം ഖുർആനാണ്. അള്ളാഹു ആ ഖുർആനിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വശിഫാഉൽ ലിമാ ഫീ സുദൂർ,
അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം മാനവർക്ക് വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റണില്ല. ആർക്ക്? ഉമർ റളിയല്ലാഹു അൻഹു. നമുക്ക് ഏത് രോഗത്തിനും മരുന്നുണ്ട്. നമുക്കിപ്പോ BP കൂടിയാലോ ഷുഗർ വന്നാലോ ബ്ലോക്ക് വന്നാലോ ഡോക്ടറെ പോയി കാണാം. ഡോക്ടർ ഗുളിക വന്നിട്ട് പറയും 3 നേരം 3 ദിവസം കഴിക്കുകയും കുറവില്ലെങ്കിൽ ഒന്നുകൂടി വരാം. ഡോക്ടർക്ക് തന്നെ ഉറപ്പില്ല കുറയുമെന്ന്. ഡോക്ടർ പറഞ്ഞാൽ 3 ദിവസം കഴിച്ചു നോക്ക്, കുറവില്ലെങ്കിൽ പറമനുഷ്യന്മാരെ കുറവില്ലെങ്കിൽ ഒന്നുകൂടി വരാൻ. അപ്പൊ ഡോക്ടർക്ക് തന്നെ ഉറപ്പില്ല. എന്തുകൊണ്ട്? ഇതൊരു പരീക്ഷണമാണ്. ഇവന്റെ ബോഡി ഇത് അക്സെപ്റ്റ് ചെയ്യുവോ, ഇവന്റെ ബോഡിക്ക് പറ്റുമോ? സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഏത് മരുന്നും ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാലും ഡോക്ടർ നമ്മുടെ രോഗലക്ഷണങ്ങളൊക്കെ വെച്ച് ഇതായിരിക്കാം എന്ന് കരുതിയിട്ട് തരും. പിന്നെ ആയിരിക്കും ചിലപ്പോൾ വേറെ ആണെന്ന് കരുതുക. പക്ഷെ നിന്റെ പടച്ചോന് അള്ളാഹുവിന് രോഗം മാറ്റാൻ മരുന്ന് പോലും വേണ്ട. അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് പടച്ചവൻ കൊടുത്തത് പച്ചോളമാണ്, അല്ലേ? പച്ചോളത്തിലല്ലേ, മരുന്നിലല്ല. ആ മരുന്നിൽ ഷിഫ ഉണ്ടാവണം. ആ മരുന്നിൽ ഷിഫ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനൊക്കെ മരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ്. ആ ടെൻഷൻ മാറാൻ ഒരു മരുന്നുമില്ല. അവസാനം ഉറക്കം വരാതെ ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ഉറക്കം പറഞ്ഞില്ല, ടെൻഷൻ മാറാനുള്ള ഒരേ ഒരു ഒറ്റമൂലി ഏതാ? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഈ ഖുർആനാണ്. ഇതിപ്പോ നമ്മുടെ എല്ലാ പരിഹാരം ഈ ഖുർആനിലുണ്ട്. ഇത് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ രോഗം ചുറ്റണത് സമാധാനം കിട്ടാൻ. പണ്ട് ഏതോ ഫിനാൻസിന്റെ പരസ്യം പറഞ്ഞ മാതിരി വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് കാശും നേടി അടപ്പൊന്നൊരു പരസ്യം കണ്ടിട്ടുണ്ട്. അതേമാതിരി നമ്മള് ഇതിന്റെ എല്ലാ പരിഹാരവും നമ്മുടെ കയ്യിലുണ്ട്. അത് ഒഴിഞ്ഞിട്ടാണ് നമ്മൾ ടെൻഷൻ മാറാൻ മരുന്ന് മേടിക്കുന്നവർ, ടെൻഷൻ മാറാൻ വേണ്ടി മോട്ടിവേഷൻ കേൾക്കുന്നവർ, അതിനുവേണ്ടി കൗൺസിലിംഗ് നടത്തുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ലോകത്തിലെ വില്ലാളി വീരനായ ആയോധന വിദഗ്ധനും അധികായനുമായ ആരോടും ഏറ്റുമുട്ടിയാൽ തകർക്കാൻ പറ്റാത്ത അപാര ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും ഉടമയായ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം വല്ലാതെ ടെൻഷൻ വന്നു. അത്രേ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷങ്ങളുടെ കനൽപദങ്ങളിലൂടെ നടന്ന് ജീവിതത്തിൽ ഉറക്കം പോലെ നെട്ടപ്പെട്ട് ടെൻഷൻ അടിക്കുന്നവരെ, ഈ വാക്ക് നിങ്ങളൊന്ന് കേൾക്കുമോ? നിങ്ങൾക്ക് വേണ്ടത് ഉറക്ക ഗുളികകളല്ല, വേദന സംഹാരികളല്ല, ആരുടെയെങ്കിലും സ്പീച്ചുകളല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യത്തിന്റെ ഉടമയെന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ കിസ്റ കൈസർ ചക്രവർത്തിമാരെ തകർത്ത് തെരിപ്പണമാക്കിയ, ഒന്ന് കണ്ടാൽ ഓ ഉമറെ, മറുഭാഗത്തു കൂടി പിശാച് കടന്നു വരുന്ന വഴിയിൽ നിങ്ങളെ മുഖാമുഖം കണ്ടാൽ ആ പിശാച് പോലും ഭയന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാരിരുമ്പിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത മനസാന്നിധ്യമുള്ള മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം വല്ലാത്ത ടെൻഷൻ വന്നു. പത്രേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല ആസ്ഥാന ഗായകനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആസ്ഥാന ഗായകനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മനോഹരമായി പാട്ടുപാടുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹു ടെൻഷൻ മാറാൻ സംഗീതം കേൾക്കുന്ന, ടെൻഷൻ മാറാൻ പുതുയുഗത്തിലെ റാപ്പ് ഗായകരെ കൂടെ പാതിരാത്രിയിൽ ചുവട് വെച്ച് താളം വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ,
സംഗീതത്തില് സമാധാനമുണ്ടെന്ന് കരുതുന്നവര് പാതിരാവിന്റെ നിശബ്ദതയിൽ കലതല്ലി തിരിച്ചു പോകുന്ന കായലോരത്ത് നിന്ന് കവിത കേട്ടിട്ട് കൽബിന്റെ കഥനങ്ങൾ മുഴുവന് കാറ്റിൽ പറക്കുന്നത് പോലെ പറത്തിക്കളയുന്ന തലമുറയോട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ടെൻഷൻ കൂടിയപ്പോ ഏറ്റവും നല്ല ഗായകനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ഹസ്സാൻ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഹസ്സാൻ, അതുകൊണ്ട് നീ ഒന്ന് എന്തെങ്കിലും ഒരു പാട്ട് പാടുമോ? ഉമറിനെ ഒന്ന് പാട്ടുപാടി ഉറക്കുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ സായിറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, യാ അമീറൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ കയ്യിലിരിക്കുമ്പോ വേറൊരു സംഗീതം എന്തിന്, വേറൊരു താരാട്ടെന്തിന്, വേറൊരു മനോഹാരിത എന്തിന്? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ അസ്വസ്ഥതയും ടെൻഷനും കാരണം ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തിരുന്ന് മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പ്രവാചക പ്രണയത്തിന്റെ പ്രതുല്യമായ പ്രതലങ്ങളെ പ്രവാചക അനുരാഗ പ്രപഞ്ച ലോകത്ത് പ്രതിഫലിപ്പിച്ചു കൊടുത്ത പ്രവാചക സമക്ഷത്തിലെ പ്രണയഗായകൻ മഹാനായ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു മനോഹരമായൊരു സംഗീതത്തിന്റെ കെട്ടഴിക്കുകയാ. തന്റെ സ്വരപേടകത്തിൽ നിന്ന് സ്വരരാഗസുത പോലെ ഖുർആൻ അങ്ങ് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان. മദീനത്തിന്റെ ഈത്തപ്പനമര ഓലകളെ പോലെ തീ പിടിപ്പിച്ച സ്വരരാഗസുതയുടെ ഉടമസ്ഥനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വനപേടകത്തിൽ നിന്ന് സംഗീത സ്വരരാഗസുത പോലെ ഖുർആനിന്റെ സൂറത്ത് റഹ്മാനിന്റെ ആയത്ത് ഓതിയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടങ്ങൾ തടം തെല്ലിയാ തുടങ്ങി. ആ ഖുർആനിന്റെ പാരായണ സംഗീതത്തിലേക്ക് തന്റെ ഹൃദയത്തെ തളച്ചിട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി ഹസ്സാൻ, മതി ഹസ്സാൻ, മതി ഹസ്സാൻ, എനിക്കിതു മതി, എനിക്കിതു മതി. ജീവിതത്തിന്റെ അസ്വസ്ഥതകളെ ഖുർആനിന്റെ സംഗീതത്തിൽ തളച്ചു തീർത്തിട്ട് സഹാബത്തിന് നിങ്ങൾക്കറിയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അഭിനവകാലത്ത് ആധുനിക സംഗീത റാപ്പുകളിൽ ഉറഞ്ഞുതുള്ളുന്ന സംഗീതത്തിന്റെ ചെറുപ്പക്കാരുടെ കൂടെ പാതിരാ സമയത്ത് ചടുലനാദത്തിലൂടെ ചുടലനൃത്തം നടത്തിയിട്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് സംഗീതം കേട്ടാലും മനസ്സിന് സമാധാനം കിട്ടുമോ? യൂറോപ്പ് മുഴുവനും അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പ് ഗായകനായിരുന്നല്ലോ കെറ്റ് സ്റ്റീവൻസ്. ആയിരക്കണക്കിന് അനുവാദ ബന്ധങ്ങളെ തന്റെ റാപ്പ് സംഗീതത്തിന്റെ മാസ്മരികതയിൽ തനിക്ക് ചുറ്റും ചടുല നൃത്തം ചവിച്ചിട്ട് കെറ്റ് സ്റ്റീവൻസിന് അവസാനം ക്യാൻസർ രോഗം വന്ന് ശരീരത്തിന് വേദനക്ക് സഹിക്കാൻ കഴിയാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട കെറ്റ് സ്റ്റീവൻസ് അർബുദ രോഗം വന്ന് ശരീരം മുഴുവന് കീറി മുറിക്കുമ്പോ വേദന തിന്ന് സഹിക്കാൻ കഴിയാതെ കെറ്റ് സ്റ്റീവൻസ് വേദനയിൽ കിടന്ന് പിടയുന്ന നേരത്ത് ഒരാശ്വാസത്തിന് വേണ്ടി ആരോ അദ്ദേഹത്തിന് മുമ്പിൽ ബൈബിള് പാരായണം ചെയ്തു, അത്രേ തോറ പാരായണം ചെയ്തു. കെറ്റ് സ്റ്റീവൻസ് വേദനയിൽ പൊളയുകയാണ്. ആ സമയത്താണ് ആശുപത്രി കിടക്കയിൽ കിടന്ന ഒരു കറുകറുത്ത സുഡാനി ബാലൻ, കറുകറുത്ത ചുണ്ടുകളുള്ള സുഡാനി ബാലൻ കെറ്റ് സ്റ്റീവൻസിന്റെ ചാരത്ത് വന്നിരുന്ന് സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്തത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ ആയത്തിന്റെ മാസ്മരികതയിൽ ആയിരക്കണക്കിന് സംഗീത പ്രേമികളെ തന്റെ സംഗീതത്തിന്റെ ചുവട് പിടിപ്പിച്ച കെറ്റ് സ്റ്റീവൻസിന്റെ ഹൃദയം കീഴടക്കി. ആ സുഡാനി ബാലൻ ഖുർആൻ ഓതി തീരുമ്പോ പോപ്പ് സംഗീതത്തിന്റെ മിശിഹ ആശുപത്രി കിടക്കയിൽ കിടന്ന് പറഞ്ഞതേതെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
സംഗീതം കൊണ്ട് ലോകത്തെ കീഴടക്കിയ മനസ്സിനെ കീഴടക്കിയ ഒരു സ്വർഗത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ആ ഖുർആൻ വശിഫാഉൽ ലിമാ ഫീ സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനകൾക്കും അസ്വസ്ഥതകൾക്കും പരിഹാരം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ പാരായണം ജീവിതത്തിൽ നിത്യമാക്കണം. ഒരു ദിവസം ഒരു ജുസ്അെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണം. ഒരു സൂറത്തെങ്കിലും ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ലിയുൻദിറ മൻ കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ദിട്ടാന്തമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.